ഇന്നത്തെ വീഡിയോ സാൻ ഫ്രാൻസിസ്കോയിലെ കാഴ്ചകളാണ്. കടലിനു മുകളിലുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ബേ ബ്രിഡ്ജ്, പിന്നെ കടലിന് നടുവിലെ ജയിൽ, ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ മിസ്സാക്കരുത്, ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീഡിയോയിലുടനീളം എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ കെട്ടിടങ്ങളാണ്. കാലിഫോർണിയ സ്റ്റേറ്റിലുള്ള സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. വളരെ റിച്ചസ്റ്റ് ഏരിയയാണ് ഇത്. 1906 സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായിരുന്നു. നഗരം മുഴുവൻ ആ ഭൂകമ്പത്തിൽ തകർന്നുപോയി. ഇവിടെ കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെ അതിനുശേഷം പണികഴിപ്പിച്ചതാണ്. ഇതിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു റൈഡിലൊക്കെ ഇരിക്കുന്ന പ്രതീതി നമുക്ക് ഫീൽ ചെയ്യും. നിരപ്പായ റോഡ് അല്ലാതെ ഈ മലകളൊക്കെ അതേപടി റോഡാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള റോഡുകൾ കാണാം. ഫോട്ടോ പകർത്താൻ കഴിയാത്ത അത്രയും വിധം ഉയരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ കാണാൻ പറ്റും, ഈ മുകളിലായിട്ട് ഒത്തിരി ഇലക്ട്രിക് വയറുകൾ കിടക്കുന്നുണ്ട്. ഈ വയറിൽ നിന്നും കറണ്ട് എടുത്താണ് അവിടുത്തെ സ്ട്രീറ്റ് കാർ ഓടുന്നത്. ട്രോളി ബസ് ഉണ്ട് അവിടെ, അതും ഇലക്ട്രിക് ബസ്സാണ്. ബസ്സിന് മുകളിലായിട്ട് 2 കമ്പി ഉണ്ടാകും. ആ കമ്പി വയറിൽ ടച്ച് ചെയ്തിട്ടാണ് ആ ബസ് പോകുന്നത്. ആ വയറിലൂടെ കിട്ടുന്ന കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ ട്രോളി ബസ് പോകുന്നത്. ഈ കാണുന്നതാണ് ട്രോളി ബസ്. പിന്നെ ഉള്ളത് കേബിൾ കാറാണ്. പക്ഷേ അതിന് മുകളിലായിട്ട് കമ്പിയില്ല, റോഡിനടിയിൽ കേബിൾ ഉണ്ട്. ആ കേബിൾ പിടിച്ചിട്ടാണ് വണ്ടി കുന്നുകളൊക്കെ കയറുന്നത്. ഈ ബിൽഡിങ്ങിന് സൈഡിലായിട്ട് ഷെയർഡ് ഈ സ്കൂട്ടർ നമുക്കിവിടെ കാണാൻ കഴിയും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൈസ റീചാർജ് ചെയ്ത് നമുക്കത് ഓടിക്കാം. ടൂറിസ്റ്റുകാർക്കായി റെൻറ്റിനെടുത്ത് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കാവുന്നതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിലെ ഏകദേശം എല്ലാം ഒന്ന് കണ്ടു തീർക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം. ആദ്യം ഒന്ന് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാൻ പോവുക, പിന്നെ പാലസ് ഓഫ് ഫൈൻ ആർട്സ് കാണുക, ലോംബാർഡ് സ്ട്രീറ്റ് ഉണ്ട് അതിന് ശേഷം, പിന്നെ ഫിഷർമാൻസ് വാർഫ്, അവിടെ 100 കണക്കിന് സീ ലയണൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുളുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അൽക്കാട്രാസ് ജയിൽ കാണാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നടുക്കടലിലൊരു ജയിലുണ്ട് കാണാനൊക്കെ, അത് കാണുക. പിന്നെ ഗോൾഡൻ ഗേറ്റ് പാർക്ക്, അതിനുശേഷം ട്വിൻ പീക്സ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കാണാൻ. ഇനി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ്. കടലിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന് റെഡ് കളറാണ്. ഇത് ഒരു പാലമാണ്. ഒരു പാലം എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഇതിൽ തന്നെ ബേ ബ്രിഡ്ജും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് 2 പാലമാണ്. ഒരു പാലം തന്നെ 2 പാലമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് പാലത്തിന് മുകളിലേക്കൂടിയും റോഡുണ്ട്, അതിന് തൊട്ട് താഴെയായിട്ടും റോഡുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാകും. ഇതാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഇത് പസഫിക് ഓഷ്യനാണ്. ഈ കാണുന്നതാണ് അൽക്കാട്രാസ് ജയിൽ. നടുക്കടലിൽ ഉള്ള ഒരു ചെറിയ പാറ കൊണ്ടുള്ള ദ്വീപാണ് അൽക്കാട്രാസ്
പിന്നെ 1850-ൽ US ആർമിയുടെ ഒരു കോട്ട അവിടെ ഉണ്ടാക്കി. കടൽ വഴി വരുന്ന ശത്രുക്കളെ തടയാൻ പിന്നെ ആർമി ആ കോട്ട ജയിലാക്കി മാറ്റി. അങ്ങനെയാണ് അൽക്കാട്രാസ് ജയിൽ ഉണ്ടായത്. 1934 മുതൽ 1963 വരെ അത് ജയിൽ തന്നെയായിരുന്നു. ജയിൽ നടത്താനായിട്ട് ഭയങ്കര ചെലവ് അനുഭവപ്പെട്ടു. അതായത് ജയിലിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ബോട്ട് മാർഗമാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം 63-ന് ശേഷം ജയിൽ മാറ്റി അത് ടൂറിസ്റ്റുകാർക്ക് ഓപ്പൺ ചെയ്തു കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ നേരത്തെ കാലത്തെ ബുക്ക് ചെയ്തിട്ടാൽ ആ ജയിലിനകത്തൊക്കെ കയറി കാണാം. ഇതൊരു സ്നേഹത്തിൻ്റെ ലോക്കാണ്. ഈ ലോക്ക് ഭാര്യാഭർത്താക്കന്മാർ അവരുടെ പേരെഴുതി ലോക്ക് ചെയ്തിടുന്നതാണ്. എന്നിട്ട് ആ ചാവി കടലിലോട്ട് വലിച്ചെറിയും. അവരുടെ സ്നേഹത്തിനിടയിൽ ആർക്കും ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് വിശ്വാസം. കപ്പിൾസിന് വേണ്ടി മാത്രമല്ല, ഫ്രണ്ട്സ്, ബന്ധങ്ങൾ എന്നിവയൊക്കെ പെടും ആ ലോക്കിൽ. ഇവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ജാക്കറ്റൊക്കെ കരുതണം. സമ്മർ ആണെങ്കിലും നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കും. നമുക്ക് ജാക്കറ്റ് ഉണ്ടെങ്കിലേ നടന്നു പോകാൻ പറ്റുള്ളൂ. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന് മുകളിലായിട്ട് സൈഡ് വാക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൂടെ നടന്ന് കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യാം. ഇനിയിപ്പോൾ കാണുന്നതാണ് ബേ ബ്രിഡ്ജ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ പാലം 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ ആദ്യം കാണുന്നത് പാലത്തിന് അടിയിലേക്കൂടെയുള്ള റോഡിലേക്കൂടെ വാഹനം പോകുന്നതാണ്. രണ്ടാമത്തെ വീഡിയോ പാലത്തിന് മുകളിലായിട്ടുള്ള റോഡാണ്. ഈ പാലത്തിന് വൈറ്റ് കളറാണ്, ഓർ സിൽവർ കളർ എന്നും പറയാം. ഈ പാലത്തിന് മുകളിലോട്ടായിട്ട് വാക്കിംഗ് ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല. വാഹനങ്ങളിലേക്കൂടെ മാത്രമേ നമുക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. രാത്രി സമയത്ത് ഈ പാലത്തിലെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞിരിക്കും. നല്ല ഭംഗിയുള്ള കാഴ്ചയാണത്. കടലിന് അടുത്തുള്ള സ്ഥലങ്ങളെയൊക്കെ ബേ ഏരിയ എന്നാണ് അമേരിക്കയിൽ പറയുക. സാൻ ഫ്രാൻസിസ്കോ ഒരു ബേ ഏരിയയാണ്. ബേ എന്ന് വെച്ചാൽ കടൽ എന്നാണ് അർത്ഥം.